എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ വിഡ്ഢിത്തരങ്ങളാണ് എന്നുള്ളതിൻ്റെ കുറച്ച് തെളിവുകളെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അതൊക്കെ വിഡ്ഢിത്തമാണെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ചിലപ്പോൾ ജീവിതാവസാനം വരെ നമ്മളത് മനസ്സിലാക്കിയെന്ന് വരില്ല. അപ്പോൾ ഒന്ന് സ്വയം വിലയിരുത്താനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ചില ആളുകൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കും ആളുകളുടെ ഇടയിൽ. പക്ഷേ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇതിൽ യാതൊരു സെൻസും ഉണ്ടാവില്ല. ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നാണ് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടായിരിക്കുക. പക്ഷേ ഈ പറയുന്ന ആൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഞാൻ വിഡ്ഢിത്താണ് പറയുന്നത് എന്ന്, ഒരു ലോജിക്കില്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് അയാൾ ഒരിക്കലും മനസ്സിലാക്കില്ല. പക്ഷേ അയാൾ പറയുന്നത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇയാൾ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഈ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. താൻ ചെയ്യുന്നത് വിഡ്ഢിത്താണ്, താൻ പറയുന്നത് പൊട്ടത്തരാണ് എന്നൊന്നും മനസ്സിലാവാത്ത ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും വളരില്ല. അവരെത്ര വയസ്സായാലും അവർ അങ്ങനെ തന്നെ നിൽക്കും. അവരുടെ ബുദ്ധി അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ കുറച്ച് ശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യമാണ് യു സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പീപ്പിൾ ഹു നെവർ ചലഞ്ച് യു. നിങ്ങളെ ഒരിക്കലും ചലഞ്ച് ചെയ്യാത്ത കുറേ ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, എല്ലാം ഓക്കെയാണ്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും എഗ്രി ചെയ്യുന്ന നല്ല ആളുകളാണ് നിങ്ങളുടെ ചുറ്റും ഉള്ളത്. എപ്പോഴും നിങ്ങളുടെ കോവർക്കർ ആയിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, നിങ്ങളുടെ സുഹൃത്തായിക്കോട്ടെ, നിങ്ങൾ കൂടുതൽ സമയം ആരുമായിട്ടാണോ ചിലവഴിക്കുന്നത് അവർ നിങ്ങളെ ഒരിക്കലും ചലഞ്ച് ചെയ്യാത്ത ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാത്ത ആളാണ്. ഇതിങ്ങനെയല്ല, കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്നൊരു അഭിപ്രായം പറയാത്ത ആളുകളാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ നിങ്ങൾ ഒരിക്കലും വളരാൻ പോകുന്നില്ല. നമ്മുടെ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ അതിനെ പുഷ് ചെയ്യുമ്പോഴാണ്. അല്ലാതെ എല്ലാം ഓക്കെയാണ്, എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഓക്കെ എന്ന് പറഞ്ഞാൽ അത് പണിയെടുക്കാൻ തയ്യാറാവില്ല. അത് അങ്ങനെ തന്നെ നിൽക്കും. എപ്പോഴാണ് നമുക്കിതൊന്നും പോരാ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നത്, അപ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായി തുടങ്ങുക. അപ്പോഴാണ് ഇനി കൂടുതൽ നന്നാക്കാൻ എന്ത് ചെയ്യണം, കൂടുതൽ നന്നായി എങ്ങനെ ചെയ്യാം, ഇനി എത്ര പണിയെടുക്കണം എന്നൊക്കെ ഒരു ചിന്ത, ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴൊക്കെയാണ് നമ്മുടെ ബ്രെയിൻ പണിയെടുക്കാൻ തുടങ്ങുക. രണ്ടാമത് നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണ് യു മിസ്റ്റേക്ക് യുവർ കോൺഫിഡൻസ് ആസ് ഇൻ്റലിജൻസ്. നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. എനിക്കിങ്ങനെയാണ് തോന്നിയത്, അത് ശരിയാണ്, ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നുള്ളതിൽ നമ്മളങ്ങ് ഉറച്ചു നിൽക്കുകയാണ്. ശരി എന്താണ് എന്ന് അന്വേഷിക്കാൻ നമ്മൾ മെനക്കെടില്ല. എന്താണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നത്, അപ്പോൾ അതിൽ ഞാൻ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഫീലിംഗ് റൈറ്റും ബീയിങ് റൈറ്റും. നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത് എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. ചില ആളുകൾ എപ്പോഴും വിശ്വസിക്കുക എനിക്കിതാണ് ശരിയായി തോന്നുന്നത്, അപ്പോൾ ഇത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് ഉറച്ചങ്ങ് നിൽക്കും. പക്ഷെ ചിലപ്പോൾ അതായിരിക്കില്ല ശരി. നമ്മുടെ തെറ്റുകൾ, നമ്മുടെ ചിന്തകൾ തെറ്റായിരുന്നു എന്ന് നമുക്ക് പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞ് ചിലപ്പോൾ മനസ്സിലായേക്കാം. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എപ്പോഴാണോ തിരുത്തേണ്ടത് ആ സമയം കടന്നു പോയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഫീലിംഗ് റൈറ്റും ബീയിങ് റൈറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുള്ളൂ. പിന്നെയുള്ള മൂന്നാമത്തെ ഒരു സ്വഭാവമാണ് യു സ്റ്റോപ്പ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. നമ്മൾ കംഫർട്ടബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഓക്കെയാണ്, എല്ലാം ഫൈനാണ് എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം നമ്മൾ പിന്നെ ഒരിക്കലും ചോദിക്കില്ല. വൈ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ വിട്ടുകളയും. നമ്മുടെ ജീവിതത്തിൽ നിന്നേ പോകും. അത് ഇഷ്ടമുള്ള ഒരു ജോലി കണ്ടെത്തി അതിൽ നമ്മൾ കംഫർട്ടബിളാണ്, ഇനി അങ്ങനെ തന്നെ പോയാൽ മതി. നമുക്കൊരു പ്രൊമോഷൻ വേണമെന്നുണ്ടായിരിക്കില്ല, ശമ്പളം കൂട്ടി വേണമെന്നുണ്ടായിരിക്കില്ല. ആ ശമ്പളത്തിനനുസരിച്ച്, നമുക്ക് കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ നമ്മളങ്ങ് മോഡിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെയും കണ്ടൻ്റായി. ഇനി കൂടുതൽ പൈസ വേണം എന്ന് നമുക്കില്ല. അപ്പോൾ ഈ ജോലിയിൽ നമ്മൾ സംതൃപ്തരാണ്. പിന്നെ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് കുഴപ്പമില്ലാത്തൊരു റൂട്ടീൻ നമ്മൾ കണ്ടെത്തി, ഇങ്ങനെയുള്ളൊരു ജീവിതചര്യ. അപ്പോൾ അതിൽ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് കംഫർട്ടബിളായി. പിന്നെ നമുക്ക് ഒരിക്കലും ഒരു ചോദ്യങ്ങളും ഉണ്ടാവാൻ പോകുന്നില്ല. എന്തുകൊണ്ട് എനിക്ക് ശമ്പളം കൂട്ടി കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നല്ല ജോലിയുണ്ടോ, അങ്ങനെയൊന്നും ചിന്തിക്കാനേ നമ്മൾ തയ്യാറല്ല. ഇപ്പം എന്താണുള്ളത് അതിൽ നമ്മളങ്ങ് കംഫർട്ടബിളായി. എപ്പോഴും നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാകുമ്പോൾ, ഇനിയും വളരണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ അതെന്താ അങ്ങനെ, അതെന്താ എനിക്ക് അങ്ങനെ ഇല്ലാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരണം. അങ്ങനെയുള്ള ചോദ്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസസ് കിടക്കുന്നത്, അവിടെയൊക്കെയാണ്. പിന്നെ നാലാമത്തെ സ്വഭാവമാണ് യു റിയാക്ട് ടു എവറിത്തിങ് ബട്ട് റിഫ്ലക്റ്റ് ഓൺ നത്തിങ്. ആരെങ്കിലുമൊക്കെ നിങ്ങൾ പറയുന്ന അഭിപ്രായത്തിനോട് എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവർ പറയുന്നത് എന്താണ്, അവരുടെ പോയിന്റ് എന്താണെന്നൊന്നും കേൾക്കാൻ നമ്മൾ തയ്യാറാവില്ല. നമ്മൾ ഉടനെ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങും. അതങ്ങനെയല്ല, ഞാനിങ്ങനെയാണ് പറഞ്ഞത്, അതിങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ നമ്മുടെ തന്നെ വക്കീലായി മാറും. നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിക്കാൻ തുടങ്ങും. നമ്മുടെ അഭിപ്രായം തന്നെയാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ പറ്റാവുന്നതൊക്കെ നമ്മൾ ചെയ്യും.
അതിൻ്റെ അർത്ഥം നമ്മൾ റിയാക്ട് ചെയ്യാണ്. നമ്മൾ ആരെങ്കിലുമൊക്കെ എതിരഭിപ്രായം പറയുമ്പോൾ ഉടനെ ചാടി ഡിഫെൻഡ് ചെയ്യാൻ നമ്മൾ പുറപ്പെടുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ അല്ല അവിടെ, നമ്മുടെ തിങ്കിങ് അല്ല, നമ്മുടെ ഇമോഷൻസ് ആണ് പ്രതികരിക്കുന്നത് അവിടെ, അല്ലാതെ നമ്മുടെ ബുദ്ധിയല്ല. നമുക്ക് ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ബ്രെയിനാണ് അവിടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എതിരഭിപ്രായം പറയുന്ന ആളുകളുടെ പോയിന്റ് എന്താണെന്ന് കേൾക്കാൻ ശ്രമിക്കും, എന്നിട്ട് ചിന്തിക്കും അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അല്ലാതെ ഉടനെ തന്നെ ചാടി നമ്മൾ ഡിഫെൻഡ് ചെയ്യാനും നമ്മുടെ അഭിപ്രായമാണ് ശരി എന്ന് സ്ഥാപിച്ചെടുക്കാനൊന്നും നമ്മൾ ശ്രമിക്കില്ല. ആരെങ്കിലുമൊക്കെ നമ്മുടെ വിശ്വാസങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളൊരു പോസ് എടുക്കണം. ആ പോസിലാണ് നിങ്ങളുടെ ഇൻ്റലിജൻസ് ഇരിക്കുന്നത്. ഒന്ന് നിർത്തണം നമ്മൾ. ഓക്കെ, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല, അങ്ങനെ ഉണ്ടോ എന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു പോസിലാണ് നിങ്ങളുടെ ബുദ്ധിശക്തി ഇരിക്കുന്നത്. പിന്നെയുള്ള വിഡ്ഢികളുടെ 5ാമത്തെ ലക്ഷണമാണ് യു ആർ ഓൾവേസ് ലേണിങ് ബട്ട് നെവർ ചേഞ്ചിങ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾ പുതിയ പുതിയ കോഴ്സ് എടുക്കുന്നു, നിങ്ങൾ അതിലൊക്കെ പഠിക്കുന്നു, അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് എടുക്കുന്നു, നിങ്ങൾ ഒരുപാട് മോട്ടിവേഷണൽ സ്പീച്ചസ് കേൾക്കുന്നു, ഒരുപാട് പോഡ്കാസ്റ്റുകൾ കേൾക്കുന്നു, ഒരുപാട് വലിയ ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെ ബുക്സ് വായിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, നിങ്ങളുടെ അടുത്ത് കുറേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നു, ഒരുപാട് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചും ഇല്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ എന്തൊക്കെയോ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് വരും. പക്ഷെ എപ്പോഴാണ് നമ്മൾ സത്യം മനസ്സിലാക്കുക? നമ്മൾ ചിന്തിക്കണം, 10 കൊല്ലം മുമ്പുള്ള എൻ്റെ ജീവിതവും ഇപ്പോഴത്തെ എൻ്റെ ജീവിതവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇത്രയും കാര്യങ്ങൾ പഠിക്കുകയും ഇത്രയും സർട്ടിഫിക്കറ്റ്സ് എനിക്ക് കിട്ടുകയും ഇത്രയും ആളുകളുടെ ജീവിതകഥകളൊക്കെ ഞാൻ മനസ്സിലാക്കുകയും ഇത്രയും മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെയൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവർ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, കൊണ്ടൊക്കെ എനിക്ക് എന്ത് ചേഞ്ചാണ്, എൻ്റെ ജീവിതത്തിൽ എന്താണ് മാറിയത്, എന്ത് നല്ല മാറ്റമാണ് എനിക്ക് ഉണ്ടായത് എന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം, ഒന്ന് വിലയിരുത്തി നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തെങ്കിലും കാര്യം ഉണ്ടായോ, അതോ അതേ ലൈഫ് തന്നെയാണ് നമ്മളിപ്പോഴും തുടരുന്നതെങ്കിൽ അതിനർത്ഥം ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല, നമ്മൾ ജസ്റ്റ് ലേൺ ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. സീയിങ് ഇറ്റ് ക്ലിയർലി ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ് എന്നാണ് പറയുക. നമുക്കത് കാര്യം വ്യക്തമായാൽ മാത്രമേ നമുക്കതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. നമ്മൾ ഇത്രയും കാലം കുറേ വിഡ്ഢിത്തങ്ങളാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്, കുറേ വിഡ്ഢിത്തങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഭൂരിഭാഗവും നമ്മുടെ തീരുമാനങ്ങളൊക്കെ പൊട്ടത്തരങ്ങളായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ ശരിയാണ്, ഞാൻ ചിന്തിച്ചതൊക്കെ ശരിയാണ്, എൻ്റെ ധാരണകളൊക്കെ ശരിയാണ്, അതിനെതിരെ പറയുന്നവരൊക്കെ എൻ്റെ ശത്രുക്കളാണ് എന്ന രീതിയിലാണ് നിങ്ങളുടെ ചിന്താഗതിയെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ തിരുത്താനായിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയാനായിട്ട് വന്നു കഴിഞ്ഞാൽ അവരോട് തർക്കിക്കാൻ നമ്മൾ പുറപ്പെടുകയാണെങ്കിൽ, അവരെ മൊത്തമായിട്ട് അങ്ങ് ഓടിച്ചു വിടുകയാണെങ്കിൽ, അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും മെച്ചപ്പെടാൻ പോകുന്നില്ല. എന്തൊക്കെ പാറ്റേൺസാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതൊക്കെ തുടർന്നു കൊണ്ടേയിരിക്കും. നിങ്ങളിപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആവുകയും നിങ്ങളുടെ ടോളറൻസ് ലെവൽ വളരെ കുറവൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരികയും പൊട്ടിത്തെറിക്കുകയും എതിരഭിപ്രായങ്ങളെ കേൾക്കാനുള്ള ക്ഷമയില്ലാതിരിക്കുകയും അങ്ങനെയൊക്കെയുള്ള ആളാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കുകയാണ്. നിങ്ങളുടെ പ്രായം മാത്രമേ കൂടുന്നുള്ളൂ, അല്ലാതെ നിങ്ങൾ വളരുന്നില്ല.